ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. ജപ്പാനിലെ എല്ലാവരും കോടീശ്വരന്മാരല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെയുള്ള സാധാരണ ജോലിക്കാർ പോലും സാമ്പത്തികമായി സുരക്ഷിതരാണ്. വലിയ കടങ്ങളില്ല, അനാവശ്യ ചെലവുകളില്ല. റിട്ടയർഡ് ലൈഫിന് ശേഷം അവർക്ക് സമാധാനമായിട്ടുള്ളൊരു ജീവിതമാണ്. എന്താണ് അവരുടെ രഹസ്യം? അവർക്ക് വലിയ ശമ്പളമാണോ? ആണോ? അല്ലയോ? അല്ല. അവർക്ക് ദിവസവും 18 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടോ? അതുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് വർഷങ്ങൾ കഴിയുമ്പോൾ അവർക്ക് വലിയ സമ്പത്തുണ്ടാകുന്നത്? ഒരു ചെറിയ നോട്ട്ബുക്ക്, ചെലവ് ലളിതമായ ശീലങ്ങൾ, കൃത്യമായ അച്ചടക്കം, പിന്നെ ദീർഘകാല ചിന്ത. ഇവയാണ് ജാപ്പനീസ് സാമ്പത്തിക വിജയത്തിൻ്റെ അടിത്തറ. ഇന്ന് ഈ വീഡിയോയിൽ ലോകമെമ്പാടും ആളുകൾ പിന്തുടരാൻ തുടങ്ങിയ ജാപ്പനീസ് പണമെടുപ്പ് രീതികളാണ്, ചെലവ് നിയന്ത്രിക്കുന്ന രഹസ്യങ്ങൾ, ചെറിയ വരുമാനത്തിൽ പോലും എങ്ങനെ വലിയ സമ്പത്ത് സൃഷ്ടിക്കാമെന്ന് നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നു. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ഒരു ചെറിയ സാമ്പത്തിക ശീലം നിങ്ങളുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്നതാണ്. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട കമൻറ്റുകൾ എന്നെ അറിയിക്കേണ്ടതുമാണ്. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഒരാൾ എത്ര പണം സമ്പാദിക്കുന്നു എന്നതിലല്ല, ആ പണം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് അയാളുടെ സമ്പത്ത് തീരുമാനിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്പത്തിക സംസ്കാരങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. അവിടെയുള്ള പലരും കോടീശ്വരന്മാരൊന്നും അല്ല, സാമ്പത്തികമായി സുരക്ഷിതരാണ്. കടബാധ്യതകൾ ഒന്നും തന്നെ അവർക്കില്ല. അതിന് പിന്നിൽ ചില ലളിതമായ ശീലങ്ങളുണ്ട്. ഇന്ന് ജാപ്പനീസ് ആളുകളുടെ പണം കൈകാര്യം ചെയ്യുന്ന രഹസ്യങ്ങൾ, ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കുന്ന രീതികളും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കക്കീബോ 1904 ആരംഭിച്ച ഈ ജാപ്പനീസ് രീതിയുടെ ലക്ഷ്യം ചെലവുകൾ എഴുതി മനസ്സിലാക്കുക എന്നതാണ്. ഒരു മാസം അവർ 4 ചോദ്യങ്ങൾ ചോദിക്കുക. എനിക്ക് എത്ര വരുമാനമുണ്ട്? എത്ര പണം സേവ് ചെയ്യണം? ഞാൻ എന്തിനാണ് ചെലവഴിച്ചത്? അടുത്ത മാസം എങ്ങനെ മെച്ചപ്പെടുത്താം? ഇത് ഓരോന്നും എഴുതി നോക്കുമ്പോൾ അനാവശ്യ ചെലവുകൾ സ്വയം കുറയുന്നു. ഈ കക്കീബോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ പഠിപ്പിക്കില്ല. പകരം നിങ്ങൾക്ക് ഉള്ള പണം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാനും സമ്പത്ത് സൃഷ്ടിക്കാനുമാണ് സഹായിക്കുന്നത്. കക്കീബോയുടെ 4 പ്രധാന ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു മാസം ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്വയം ഈ 4 ചോദ്യങ്ങൾ ചോദിക്കണം എന്നാണ് കപ്പീപ്പോ പറയുന്നത്. കപ്പീപ്പോ ഫലപ്രദമാണോ എന്ന് ചോദിച്ചാൽ അതെ. കാരണം ഇതൊരു ബഡ്ജറ്റ് മാത്രമല്ല, ഇതൊരു ശീലമാണ്. ഓരോ രൂപയും എഴുതുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, എനിക്കിത് ശരിയാകുമോ? എനിക്കിത് ആവശ്യമാണോ? അല്ലെങ്കിൽ ഇതെനിക്ക് അനാവശ്യമല്ലേ എന്ന് നമ്മളോട് തന്നെ സ്വയം ചോദിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ പണം സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് മാസവരുമാനം 50,000 രൂപയാണ് സാലറി കിട്ടുന്നത്. അദ്ദേഹം ആദ്യം 10,000 രൂപ സേവിങ്ങിലേക്ക് മാറ്റുന്നു. ശേഷം ബാക്കിയുള്ളത് 40,000 രൂപയാണ്. മാസം അവസാനം നോക്കുമ്പോൾ 6,000 രൂപ ഓൺലൈൻ ഷോപ്പിംഗ്, 4,000 രൂപ പുറത്തിലേക്ക് പോകുമ്പോഴുള്ള ഭക്ഷണം ചെലവുകൾ എന്നിങ്ങനെ മനസ്സിലാകുന്നു. അടുത്ത മാസം ഈ 2 ചെലവുകൾ കുറച്ചപ്പോൾ അധികമായി 5,000 രൂപ കൂടെ സേവ് ചെയ്യാൻ സാധിച്ചു. വലിയ ശമ്പളങ്ങൾ കൊണ്ടല്ല, ചെറിയ ശീലങ്ങൾ കൊണ്ടാണ് സമ്പത്ത് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് എന്നാണ് കപ്പീപ്പോ നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്ത പോയിന്റ്, സേവിങ്. ആദ്യം സേവിങ്, പിന്നെ ചെലവ്. ജാപ്പനീസ് സാമ്പത്തിക വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം ഇത് തന്നെയാണ്. മിക്ക ആളുകളുടെ ജീവിതത്തിലും ഒരു പതിവുണ്ട്. ശമ്പളം കിട്ടുന്ന ദിവസം മുതൽ ബില്ലുകൾ അടയ്ക്കുക, ഷോപ്പിംഗ് ചെയ്യുക, പുറത്തു പോയി ഭക്ഷണം കഴിക്കുക, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നിറവേറ്റുക. മാസം അവസാനം അക്കൗണ്ട് നോക്കുമ്പോൾ ബാക്കി ഒന്നും തന്നെ കാണില്ല. അതിനാൽ ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും അത് നമ്മൾ സേവ് ചെയ്യാനായിട്ട് പഠിക്കുക. പക്ഷേ ജാപ്പനീസ് ആളുകൾ ഇതിനെ നേരെ മറിച്ചാണ് കാണുന്നത്. അവർ വിശ്വസിക്കുന്നത് സേവ് ചെയ്യാൻ ബാക്കി വരുന്ന പണം കാത്തിരിക്കരുത്,
ആദ്യം സേവ് ചെയ്യുക, പിന്നെ ബാക്കി വരുന്ന പണം കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ഉദാഹരണത്തിന് ഒരാൾക്ക് 50,000 രൂപ ശമ്പളം കിട്ടിയാൽ ആദ്യം തന്നെ 10% അല്ലെങ്കിൽ 20% സേവിങ് അക്കൗണ്ടിലോട്ട് മാറ്റാം. ഓക്കെ, അതിനുശേഷം മാത്രമാണ് വാടക, ഭക്ഷണം, യാത്ര, മറ്റു ചെലവുകൾ എന്നിവ പ്ലാൻ ചെയ്യുന്നത്. ഇതിലൂടെ 2 വലിയ മാർഗങ്ങൾ സംഭവിക്കുന്നു. ഒന്നാമത് സേവിങ് ഒരു ശീലമാക്കുന്നു. രണ്ടാമത് അനാവശ്യ ചെലവുകൾ സ്വാഭാവികമായി കുറയുന്നു. കാരണം കയ്യിലുള്ള പണത്തിന് അനുസരിച്ച് ജീവിച്ച് ക്രമീകരിക്കാൻ അവർ പഠിക്കുന്നു. ജാപ്പനീസ് സംസ്കാരത്തിൻ്റെ സേവിങ് എന്നത് ഭാവിയെ കുറിച്ചുള്ള ഭയമല്ല, മറിച്ച് സ്വാതന്ത്ര്യത്തിനുള്ള തയ്യാറെടുപ്പുകളാണ്. ജോലി നഷ്ടപ്പെട്ടാലോ, അടിയന്തര സാഹചര്യങ്ങൾ വന്നാലോ, അല്ലെങ്കിൽ ഒരു പുതിയ അവസരം വന്നാലോ സാമ്പത്തിക സുരക്ഷിത അവർ ആത്മവിശ്വാസം നൽകുന്നു. ഇതാണ് ഒരു ചെറിയ വരുമാനം ഒരാൾക്ക് വർഷങ്ങളോളം വലിയ സമ്പത്തിൻ്റെ ഉടമയാക്കുന്നതിൻ്റെ പടി. ചിലവാക്കിയതിന് ശേഷം സേവ് ചെയ്യരുത്, സേവ് ചെയ്തതിന് ശേഷം മാത്രം ചിലവാക്കുക. നെക്സ്റ്റ്, ദ പവർ ഓഫ് സ്മോൾ ഹാബിറ്റ്സ്. ദിവസവും ചെറിയ തുക സേവ് ചെയ്യുക, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. ഇവ സാധാരണ കാര്യമൊന്നും അല്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല. പക്ഷേ വർഷങ്ങളോളം ഇത് തുടർന്നാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വ്യത്യാസം ഉണ്ടാകും. ദ പവർ ഓഫ് ലോങ് ടേം തിങ്കിങ്. ദീർഘകാല ചിന്ത. ജാപ്പനീസ് സംസ്കാരത്തിൽപ്പെട്ടതിൽ ധനികനാവാനുള്ള മനോഭാവത്തേക്കാൾ സ്ഥിരതയോടെ വളരാനുള്ള ചിന്തയാണ് പ്രധാനം. പണം സംരക്ഷിക്കുവാനായി സേവ് ചെയ്യുക, ദീർഘകാല നിക്ഷേപങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സേവിങ് ആണെങ്കിൽ പോലും അത് വലിയ ലക്ഷ്യങ്ങൾക്കുള്ള മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കാവുന്നതാണ്. എല്ലാം പ്രതീക്ഷയോടെ, നല്ലതിന് എന്ന് മാത്രം വിശ്വാസമാണ് ആദ്യം വേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സുഹൃത്തുക്കളെ, കോടികൾ സമ്പാദിച്ചാൽ മാത്രമല്ല സമ്പന്നനാകുന്നത്. വരുമാനത്തേക്കാൾ കുറച്ച് ചെലവഴിക്കുക, സ്ഥിരമായി സേവിങ് ചെയ്യുക, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. ഇതാണ് ജാപ്പനീസ് സാമ്പത്തിക തത്വത്തിൻ്റെ അടിസ്ഥാനം. ഇന്ന് നിങ്ങൾക്ക് വലിയ ശമ്പളമില്ലായിരിക്കാം, പക്ഷേ ഇന്ന് ആരംഭിക്കുന്ന ഒരു ചെറിയ സാമ്പത്തിക ശീലം നാളെയുടെ വലിയ സമ്പത്തിലേക്ക് ആദ്യ ചുവടുകളായിരിക്കാം. സമ്പത്ത് ഒരു രാത്രി കൊണ്ട് ഉണ്ടാകുന്നതല്ല, ദിവസേന ചെയ്യുന്ന ശരിയായ തീരുമാനങ്ങളുടെ ഫലമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ഏറ്റവും വലിയ പാഠം ഇതാണ്: സമ്പന്നനാകാൻ ഏറ്റവും വലിയ വരുമാനം മാത്രം മതിയാവില്ല. നല്ല സാമ്പത്തിക ശീലമാണ് യഥാർത്ഥ സമ്പത്ത് സൃഷ്ടിക്കുന്നത്. ജാപ്പനീസ് ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ലളിതമായ സത്യമാണ്. ഓരോ രൂപയ്ക്കും കണക്ക് വയ്ക്കുക, ആദ്യം സേവ് ചെയ്യുക, ആവശ്യത്തിന് മാത്രം ചിലവഴിക്കുക, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക. ചെറിയ ശീലങ്ങൾ വർഷങ്ങളോളം മാറ്റം വളരാം. ഇന്ന് നിങ്ങൾക്ക് കോടികളില്ലായിരിക്കാം, പക്ഷേ ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഒരു നല്ല സാമ്പത്തിക തീരുമാനം നാളെയുടെ വലിയ സമ്പത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ്. ഓർക്കുക, പണം സമ്പാദിക്കുന്നവർ പലരുമുണ്ട്, പക്ഷേ പണം നിലനിർത്തുകയും അത് വളർത്തുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ സമ്പന്നർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമായി ഒന്ന് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള അറിവുകൾക്കായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഏത് പോയിൻ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് താഴെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കേണ്ടതാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു പുതിയ ആശയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ചെറിയ ശീലങ്ങൾ ആരംഭിക്കൂ. വലിയ സമ്പത്തിലേക്കുള്ള യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. നന്ദി, നമസ്കാരം.